KTU 2019 സ്കീം S1 ആൻഡ് S2 ഫിസിക്സ് മൊഡ്യൂൾ 3യുടെ തിയറിയാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് നമ്മൾ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത്. 10⁻⁹ റേഞ്ച് വരുന്ന ആൾക്കാരാണ് നാനോ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ അത് പല ഡയമെൻഷൻസ് ഉണ്ട്. 0 ഡയമെൻഷൻ, 1, 2, 3 അങ്ങനെ പല ടൈപ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്സ് ആണ് സർഫസ് ടു വോളിയം റേഷ്യോ. സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നാനോ മെറ്റീരിയൽസിൻ്റെ സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൺസിഡർ ക്യൂബ് ലെങ്ത് ഓഫ് 3 സെൻറ്റിമീറ്റർ എടുത്തു. ദെൻ അതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു, വോളിയം റേഷ്യോ കണ്ടുപിടിച്ചു. ദെൻ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ നമുക്ക് 2 കിട്ടും. ഈ സെയിം തന്നെ ക്യൂബിൻ്റെ ലെങ്ത് നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണ് എടുക്കണമെങ്കിൽ സർഫസ് ടു വോളിയം റേഷ്യോ 3 കിട്ടും. അപ്പോൾ സൈസ് കുറയും തോറും സർഫസ് ടു വോളിയം റേഷ്യോ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ആണ്. മെയിനായിട്ട് 4 ഡയമെൻഷൻസ് ആണുള്ളത്: 0, 1 ഡയമെൻഷൻ, 2D ആൻഡ് 3D. 0 എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഡോട്ട്സുകളാണ് അതിന് എക്സാമ്പിൾസ്, അതായത് ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാർ. ഇനി 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നാനോ വയേഴ്സും, 2Dക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാനോ ഷീറ്റുകളും, 3Dക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബണ്ടിൽസ് ഓഫ് നാനോ വയേഴ്സാണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സോളിഡിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് എൻ ഫ്രീഡം നമ്മൾ DF എന്നും, നമ്പർ ഓഫ് ഡയറക്ഷൻസ് ഓഫ് കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ DC ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? DF + DC = 3 ആയിരിക്കണം. അതാണ് കൺഫൈൻമെൻറ്റിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അപ്പുറത്തെ ടേബിളിൽ നോക്കി, ടേബിളിൽ നമ്മൾ ഡിഗ്രി ഓഫ് കൺഫൈൻമെൻറ്റും ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത്, ബൾക്ക് മെറ്റീരിയൽ ഡിഗ്രി ഓഫ് കൺഫൈൻമെൻറ്റ് 0 ഡയമെൻഷൻ ആണെങ്കിൽ ഫ്രീഡം എന്തായിരിക്കണം? 3 ഡയമെൻഷനിലായിരിക്കണം. ഇനി ക്വാണ്ടം വലിയിൽ വരുമ്പോൾ ഡിഗ്രി ഓഫ് കൺഫൈൻമെൻറ്റ് 1 ഡയമെൻഷനിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കണം? 2 ഡയമെൻഷനിൽ. അതായത് ഇവരുടെ സമ്മേഷൻ എപ്പോഴും എന്തായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ കൺഫൈൻമെൻറ്റ് 2 ഡയമെൻഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1, കൺഫൈൻമെൻറ്റ് 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കണം? 0 ഡയമെൻഷനിലായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ക്വാണ്ടം ഡോട്ട്സ്. 0 ഡയമെൻഷൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് ക്വാണ്ടം ഡോട്ട്സ്. സൈസ് 10⁻⁹ റേഞ്ച് വരുന്ന ആൾക്കാർ. ഇതിൻ്റെ ഈ ഡോട്ടുകളുടെ ഡയമെൻഷൻ വാരി ചെയ്യും. ആ ഡയമെൻഷൻ അനുസരിച്ച് പല കളേഴ്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം ഡോട്ട്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാനോമീറ്റർ സ്കെയിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. 2 ആണെങ്കിൽ അത് ഗ്രേ കളറായിരിക്കും, 2.5 ആണ് ഡയമീറ്റർ വരുന്നതെങ്കിൽ ഗ്രീൻ കളറും, 3 ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ, അങ്ങനെ പല കളറിലായിരിക്കും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ സോളാർ സെല്ല്, സെൽ ഇമേജിങ് ആൻഡ് ബയോമെഡിക്കൽസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് നാനോ വയേഴ്സ്. നാനോ വയേഴ്സ് 1 ഡയമെൻഷൻ എക്സാമ്പിൾസ് ആണ്. ടൈപ്സ് ഓഫ് നാനോ വയേഴ്സ് എന്ന് പറയുന്നതാണ് സൂപ്പർ കണ്ടക്റ്റിംഗ്, മെറ്റാലിക്, സെമി കണ്ടക്റ്റിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ്സ്. മെയിനായിട്ട് നാനോ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സും ലോജിക് ഗേറ്റ്സും സെൻസേഴ്സിലൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് നാനോ ഷീറ്റ്. നാനോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഗ്രാഫിൻ ഷീറ്റ് ആയിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വലിയ വലിയ സെൻസേഴ്സിലും ബാറ്ററീസിലും കാറ്റലിസ്റ്റ് സപ്പോർട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ നാനോ ഷീറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ് പറയുന്നത്. മെയിനായിട്ട് 3 ടൈപ്പ് പ്രോപ്പർട്ടിയാണുള്ളത്: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ. മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനോ മെറ്റീരിയൽസ് നമുക്ക് സൈസ് വായിച്ചു പറ്റും, ഇത് അടിച്ച് പരത്താൻ, വലിച്ച് കിട്ടാം, അങ്ങനെ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കറണ്ടിനെ കടത്തി വിടുന്ന ആൾക്കാരുണ്ട്, കടത്തി വിടാത്തവരുണ്ട്. അതാണ് 2 ടൈപ്പ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വേവിനെ കടത്തി വിടുന്നവരും ലൈറ്റ് വേവിനെ കടത്തി വിടാത്തവരും. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രഗ് ഡെലിവറിയിലും ഫാബ്രിക്സിലും നാനോ സോളാർ പാനൽസിലൊക്കെയാണ് കേട്ടോ.